the first cabinet meeting decided to implement two Indira guarantees offered by the UDF. First of all, the free journey of women in the KSRTC buses. It will be implemented from June 15th onwards, 15th June onwards. The details will be informed later. Second, we are going to constitute a new department for the old age people. I think this will be the first one in India. We have many dreams about the old age people. The reason is that aging is a big problem in Kerala also. And how you are measuring whether it is a civilized society or not. We think that how the society is respecting the old age people. That is the measurement yard for checking that society is civilized or not. Our dream is that a day will come, Kerala will declare to the entire world that we are a civilized society, we are looking after our old age people decently. And third, we have offered, when the ASHA workers were on the street, in front of the secretariat, they have started long-term agitation. Myself went there and many UDF leaders went there. Then we offered that we will make actions to cure your problems. And the first cabinet will take a decision in favor of you. So, we kept our word. The first cabinet, we have decided to increase 3,000 rupees per month to all the ASHA workers as honorarium. Then for the Anganwadi workers, helpers, we increase 1,000 rupees per month. For the cooking staff in the schools, we are giving them 1,000 rupees per month more. And for the pre-primary teachers and ayahs, their honorarium is also increased by 1,000 rupees. And we have decided our pro tem speaker, Mr. G. Sudhakaran, senior MLA, will be the pro tem speaker. We have recommended to the Honorable Governor to convene the assembly for the swearing in of the MLAs and for the selection of the speaker. Then on 21st, swearing in of the MLAs, 22nd, election of the speaker, and 29th for the address by the Honorable Governor. And we have appointed Senior Advocate Mr. Jaju Babu as Advocate General and another senior fellow. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യ മന്ത്രിസഭാ യോഗവും കഴിഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തതാണ് നിങ്ങൾ കണ്ടത്. വാക്ക്, പറഞ്ഞ വാക്ക്, നിലപാട്, അത് മാറ്റമില്ല എന്ന് സതീശൻ ആണയിട്ട് അടിവരയിടുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാനിഫെസ്റ്റോയിൽ UDFന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 5 എണ്ണം പറഞ്ഞതിലെ ആദ്യത്തെ കാര്യം സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. അടുത്ത മാസം 15 മുതൽ അത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത മാസം 15 മുതൽ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ KSRTC ബസ്സുകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാകുമെന്നുള്ളതാണ്
ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യത്തെ പ്രഖ്യാപനം. ആദ്യ ക്യാബിനറ്റിൽ VD സതീശൻ, കേരളത്തിന്റെ നിലപാടുകളുടെ രാജകുമാരൻ, പറഞ്ഞ വാക്ക് തല പോയാലും ആ വാക്കിന് മാറ്റമുണ്ടാകില്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ആ മനുഷ്യൻ. അതുപോലെ ഏറ്റവും സുപ്രധാനമായ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആശാ വർക്കർമാര് അല്ലേ? ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്ര ദിവസങ്ങളാണ് ആ പട്ടിണി പാവങ്ങള്, ആ സ്ത്രീകള് അല്ലേ, പ്രായമായ സ്ത്രീകള്, അവർ എത്ര ദിവസമാണ് അവിടെ സമരം നടത്തിയത്? കേന്ദ്ര ഗവൺമെന്റിനോട് പോയി ചോദിക്കുക എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റിനോട് പോയി ചോദിക്കുക അല്ലേ? അഹങ്കാരത്തിന്റെ, ഹുങ്കിന്റെ, ധാർഷ്ട്യത്തിന്റെ ഭാഷയായിരുന്നു പിണറായി വിജയന്. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല, അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ആ ആശാ വർക്കർമാർക്ക് സതീശൻ പറഞ്ഞ 3000 രൂപയുടെ വർധന ആദ്യ ക്യാബിനറ്റിൽ നിന്ന് സതീശൻ അന്ന് കൊടുത്ത വാക്ക് ഇന്ന് ആദ്യ ക്യാബിനറ്റ് കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു. അതും അദ്ദേഹം പ്രഖ്യാപിച്ചു. 21,000 രൂപയിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു ആശാ വർക്കർമാരുടെ വലിയ ആവശ്യം. അത് ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് 3000 രൂപ ഫസ്റ്റ് ക്യാബിനറ്റിൽ പറഞ്ഞ വാക്ക് അത് ഫസ്റ്റ് ക്യാബിനറ്റിൽ തന്നെ അദ്ദേഹം പാലിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളതിലേക്ക് എത്തിക്കുമെന്നുള്ള വാക്കും അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. പിന്നെ അംഗൻവാടി ടീച്ചേഴ്സ്, ആയമാര്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ള സർക്കാർ സ്കൂളുകളിലെ പാചക തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ അങ്ങനെ ഒരുപാട് ആളുകളുടെ ഓണറേറിയത്തിൽ വലിയ വർധനവ്, 1000 രൂപയുടെ 1000 രൂപയുടെ പ്രതിമാസ വർധനവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞ വാക്കുകൾക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കീറച്ചാക്ക് പോലെയല്ല. നടേശ കേൾക്കുന്നുണ്ടോ? പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ ആദ്യ മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതും നിങ്ങളൊന്ന് ആലോചിക്കണം. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കയറി ഓഫീസിൽ ചാർജ് എടുത്ത് നെക്സ്റ്റ് മൊമെൻറ്റിൽ മന്ത്രിസഭാ യോഗം കൂടി ഒരു ആദ്യ മന്ത്രിസഭാ യോഗം, അതത്ര വലിയ ചർച്ചകളൊന്നും നടന്ന് അല്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന പ്രപ്പോസലുകളൊക്കെ വെച്ച് ചർച്ച ചെയ്തതിന് ശേഷമുള്ള തീരുമാനമല്ല. പെട്ടെന്ന് തന്നെ ടപ്പ എന്ന് പറഞ്ഞെടുത്ത തീരുമാനം. വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ ആഗ്രഹം VD സതീശനിലൂടെ നമ്മൾ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം VD സതീശൻ നടത്തിയിരിക്കുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ, അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപം കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. വളരെ വളരെ സുപ്രധാനമായ കാര്യം. കാരണം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പല രീതിയിൽ ചിലയിടങ്ങളിൽ വയോജനങ്ങൾ ഈ വൃദ്ധസദനങ്ങളിലേക്കൊക്കെ തള്ളപ്പെടുകയാണ് കൊണ്ടുപോയിട്ട്. ചിലയിടങ്ങളിൽ മക്കളൊക്കെ പോയി, എവിടെ പോയി? മക്കൾ വിദേശങ്ങളിൽ പോയി, അവിടെ ഫുൾ സെറ്റിലായി. ഇവിടെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഒരു വലിയ വീട്ടിൽ ഒരു അച്ഛനും അമ്മയും, അതും പ്രായമായി ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള രീതിയിലുള്ള പ്രായമേറിയ ആളുകൾ ഇപ്പോഴും പല വീടുകളിലും കിടന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളുകളില്ലാതെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ്, അതിനെക്കുറിച്ചും ധാരണയായിരിക്കുന്നു, തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഏറ്റവും വലിയ കാര്യം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ആദ്യ മന്ത്രിസഭ, UDFന്റെ ആദ്യ മന്ത്രിസഭ, സതീശന്റെ മന്ത്രിസഭ എടുത്ത വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഒരു തീരുമാനം, അതാണ് യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തലക്ക് ചെടിച്ചട്ടി കൊണ്ടും ലാത്തി കൊണ്ടും അടിച്ച് പൊട്ടിച്ച രക്ഷാപ്രവർത്തനമെന്ന് പിണറായി വിജയൻ പേരിട്ട് വിളിച്ച് പരിഹസിച്ച ആ രക്ഷാപ്രവർത്തകരെ നന്നായിട്ടൊന്ന് കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് മറക്കില്ല രാമ ഒന്നും എന്ന് സതീശൻ പറഞ്ഞ ആ വാക്ക് കൂടി സതീശൻ മുഖവിലക്കെടുക്കുകയാ. ആ രക്ഷാപ്രവർത്തകരെ കൃത്യമായിട്ട് അവരെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ അക്രമത്തിൽ ഒരു അന്വേഷണം,
ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് സർക്കാർ കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുകയായിരുന്നു, ആദ്യ മന്ത്രിസഭ കഴിഞ്ഞ് എന്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഓരോ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കാറുണ്ട്. എന്താണ് പ്രഖ്യാപനം എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കൃത്യമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട വിഷയമായ ആശാ വർക്കർമാരുടെ കാര്യം, പിന്നെ ഈ പറയുന്ന അംഗൻവാടി ടീച്ചേഴ്സ്, ആയമാര്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, പാചക തൊഴിലാളികൾ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഓണറേറിയത്തിൽ വർധനവ് വന്നിരിക്കുന്നു, അതിനുള്ള ഉത്തരവ് ആയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മാനിഫെസ്റ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്കുള്ള ഈ പറയുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, ആ സൗജന്യ യാത്രയും ജൂൺ 15 മുതൽ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. നെക്സ്റ്റ് മാസം, അടുത്ത മാസം 15 മുതൽ അതുകൂടി പ്രാബല്യത്തിലേക്ക് വരികയാണ്. പറഞ്ഞ വാക്കുകൾ ഓരോന്നായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പാലിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തീരുമാനം ആദ്യ മന്ത്രിസഭയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനേക്കാളൊക്കെ ഉപരി കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ആദ്യത്തെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ പറഞ്ഞത്, ഇനി ഇതുപോലെ എല്ലാ മന്ത്രിസഭയും കഴിയുമ്പോൾ മന്ത്രിസഭാ യോഗങ്ങൾ കഴിയുമ്പോൾ നിങ്ങളെ കാണുന്ന പരിപാടി ഉണ്ടാവില്ല, എനിക്ക് തോന്നുമ്പോൾ കാണും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ സംസാരിക്കും എന്നുള്ളതായിരുന്നു. അപ്പം അതിനുശേഷം പലപ്പോഴും പിണറായി വിജയൻ സംസാരിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. മാധ്യമങ്ങളെ കാണും, എല്ലാ ഘട്ടങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിക്കും, പറയാനുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയുക തന്നെ ചെയ്യും. ഒളിച്ചു വെച്ച് കൊണ്ടു നടക്കുന്ന കാര്യമില്ല. മാത്രവുമല്ല, എഴുതി കൊടുക്കുന്നത് നോക്കി വായിക്കാൻ കഴിയാത്ത പിണറായി വിജയനെ പോലെയല്ല സതീശൻ. വളരെ കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രത്യേക സെഷൻ, മാധ്യമങ്ങളെ കാണുന്നില്ല എന്നല്ല, മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ദേശീയ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സെഷൻ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വിവരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വനവാസം കൽപ്പിച്ച് സതീശനെ വനവാസത്തിന് പറഞ്ഞു വിടുമെന്ന് കരുതിയവർ ദാ കണ്ടോളൂ, സതീശൻ വനവാസത്തിനല്ല പോകുന്നത്, മറിച്ച് സതീശൻ കേരളത്തിൻ്റെ ക്ലിഫ് ഹൗസ് വാസത്തിനാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ്, അതും നാട്ടിലുള്ള മുഖ്യമന്ത്രിയായിട്ടാണ്, പറഞ്ഞ വാക്കുകൾക്ക് വിലയുള്ള മുഖ്യമന്ത്രിയായിട്ടാണ്, ജനങ്ങളുടെ പ്രതീക്ഷകള് കാത്തു സൂക്ഷിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് കേരളത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, UDFകാരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് വേട്ടയാടൽ, രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമാക്കി ഉണ്ടാക്കിയെടുത്തതിനൊക്കെ മറുപടി പറയാനും സതീശൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ നവകേരള യാത്ര ആലപ്പുഴയിൽ എത്തിയപ്പോഴാണല്ലോ ഇന്ന് ആലപ്പുഴയിൽ നിന്നുള്ള MP ആയിട്ടുള്ള AD തോമസ് അല്ലേ, AD തോമസിനെ ക്രൂരമായി ആക്രമിച്ച് ഗൺമാന്മാർ, പോലീസ്, പിണറായി വിജയന്റെ ഗൺമാൻ ക്രൂരമായി ആക്രമിച്ചു. എന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമെന്ന. എന്ത് രക്ഷാപ്രവർത്തനം കേരളത്തിലെ ജനം നടത്തി. പിണറായി വിജയനെ അടിച്ച് മൂലക്കിരുത്തി, ഇരിക്ക് വിജയ മൂലക്ക് കേരളത്തെ രക്ഷിച്ചു കേരളത്തിന്റെ പൊതുസമൂഹം. എന്താണെങ്കിലും വിജയൻ രക്ഷാപ്രവർത്തനമെന്ന് പേരിട്ട് വിളിച്ചവരെ ഒന്ന് കാണാൻ തന്നെ VD സതീശൻ തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതിലും കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്, മറ്റൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ വികാരം, ജനങ്ങളുടെ പ്രതീക്ഷകൾ അത് ഒന്നുകൂടി ഏറ്റിക്കൊണ്ട് ജനങ്ങളുടെ വാനോളമുള്ള പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുന്നവനായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട
വി ഡി സതീശൻ സാറ് നമ്മുടെ മുന്നിൽ വന്നിട്ട് മന്ത്രിസഭാ യോഗങ്ങൾ വിശദീകരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. എന്താണെങ്കിലും വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യങ്ങളിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? എല്ലാ തരത്തിലും എല്ലാ രീതിയിലും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എല്ലാം റെഡിയാണ്. പഠിച്ച് നടപ്പിലാക്കുമെന്നല്ല, പഠനം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇംപ്ലിമെൻറ്റേഷനാണ്. പ്ലാനുകളൊക്കെ റെഡിയാ, എവ്രിതിങ് റെഡിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം വി ഡി സതീശൻ ഉണ്ടാക്കിയെടുത്തത് പ്ലാനുകളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുകളാണ്. വളരെ കൃത്യമാണ്, വളരെ വളരെ നിലപാടുകൾ, ഉറച്ച നിലപാടുകളാണ് സതീശൻ്റെ വാക്കുകൾ. അത് കീറച്ചാക്കല്ല, സതീശൻ്റെ വാക്കുകൾ അത് നട്ടലുള്ളവൻ്റെ വാക്കുകളാണ് എന്ന് സതീശൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.